സേതു പണിക്കിറങ്ങിയ? കഴിഞ്ഞ ആഴ്ച പണിക്കിറങ്ങി. നാളെ കവല താലപ്പൊലിയല്ലേ? പ്രാവശ്യം നമ്മളാരും പോണില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ അനുഭവം ഉണ്ടായിരുന്നു, നമ്മളാരും പോയിട്ടില്ലല്ലോ. നിങ്ങളാരും ചായ കുടിക്കണ്ട? ഞങ്ങൾ കുറച്ചു മുന്നേ കുടിച്ചു. ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ കാൽച്ചായ കുടിക്കൂ. ഭാഗ്യം ആരും പോരാഞ്ഞത്. പൊന്തക്കോട് വിളിച്ചിട്ട് ആ ഗേറ്റ് വലിച്ചടിക്കണ്ട. ഒറ്റയ്ക്കാണെങ്കോ ബീഫും പൊറാട്ട നിന്നിട്ട് വരും. ഇതുപോലത്തെ കുറെ ഐറ്റങ്ങളുണ്ട് നാട്ടില്. എടാ എന്താ പറയാണ്ടെന്ന് പറഞ്ഞു സേതു? സിവിലും കണ്ണനും ഇന്നലെയും വിളിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയാൻ വേണ്ടിയാ. ഞാനും ചോദിക്കണമെന്ന് വിചാരിക്കും, പറ്റണ്ടേ? എന്തായിരുന്നത്? സജിയുടെ പെങ്ങൾക്ക് സംഭവിച്ച പോലെ തന്നെ മെർക്കുറി. ഇത് എവിടുന്ന് എങ്ങനെ കിട്ടി? ആര് കൊടുത്തു? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് പോലീസിനെ കൊണ്ട് ഒന്നും കൂടി അന്വേഷിപ്പിച്ചാലോ? പോലീസിൽ നിന്നല്ല, നീ നമ്മൾ 5 പേരല്ലാതെ വേറൊരാൾ അറിയണ്ട. അല്ല, വേറെ ആരാ 2 പേര്? കഴിഞ്ഞ വേലയുടെ അന്ന് രാത്രി. എടാ, അയാളെ കയ്യിൽ നിന്ന് എന്താ സാധനം വീണല്ലോ. എടാ, ആരെ വീട്ടുന്ന ചാടി? അത് നമ്മളെ സേതോട്ടന് വീട്ടുന്നാണല്ലോ. അവർക്കത് ആരാണെന്ന് അറിയോ? എന്താണ് അവന്റെ കയ്യിൽ നിന്ന് വീണത്? ഷിബിലിയുടെ വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, നോക്കി അറിയാം. സജിയ, അവന്റെ അണ്ണാക്കിൽ വെട്ടിരിമ്പ് കയറ്റണം. ചാടല്ലേ, അവനിത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. പിന്നെ ഈ കാണിച്ച തെളിവ് കണ്ണന്റെ ഷിബിലിയുടെയും കയ്യിലാണ്. അവരിനി അടുത്ത വേലക്കേ വരൂ. അതുവരെ അവന്റെ നീക്കങ്ങൾ അറിയണം. എന്താ ചെങ്ങായി, ഈ പരിപാടി ഇപ്പോൾ നിർത്താനായില്ലേ? രാജോ, ഇജ കോളനിക്കാരൻ മുന്നിൽ പോയി പെടണ്ടോ. എടാ, കോളനിക്കാരി പറഞ്ഞോടാ, മേ വാടാ. വിടലടാ അവന്മാർ, ഞങ്ങളിപ്പോ എത്തും. അവന്മാർ കൊന്നു കുഴിച്ചു മൂടും. കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രിച്ച ഓർമ്മയില്ലേ? അന്റെ കാരണം അടിയില്ലേ? മേ വാടാ. ആരാണ് കരിങ്കാളി കെട്ടി ആടുന്നത്? ആ തെണ്ടിയടാ വേലക്കടിന്റെ ആക്കിയത്. വേല കാക്കണ. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവരെന്നെ കൊഴിച്ചു മൂടും.
അഭ്യാസക്കാരായിരിക്കും. കോളനിക്കാരാണാണെങ്കിൽ കാവിലെ വേലയ്ക്ക് വരവിറക്കി മത്സരിക്കുക.